ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ബയോമോളിക്യൂൾസിൽ പറയാനുള്ളത് എന്താണ് മെറ്റബോളിസം എന്നാണ്. മെറ്റബോളിസം എന്താണെന്ന് നിങ്ങൾ ഇതിനു മുമ്പ് തന്നെ കേട്ടിട്ടുണ്ടാവും. മെറ്റബോളിസം മീൻസ് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന എല്ലാ റിയാക്ഷൻസും, എല്ലാ ബയോകെമിക്കൽ റിയാക്ഷൻ്റെയും ഒരു സം ടോട്ടലിനെയാണ് നമ്മൾ മെറ്റബോളിസം എന്ന് പറയുന്നത്. അതിൽ അനബോളിക് റിയാക്ഷൻസും ഉണ്ടാവും, കാറ്റബോളിക് റിയാക്ഷൻസും ഉണ്ടാവും. All chemical reactions together in the body is together known as metabolism. അതുപോലെ anabolic reactions ഉണ്ട്, catabolic reactions ഉണ്ട്. Anabolic reactions എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമേഷൻ, അതായത് സിന്തസിസ് നടക്കുകയാണെങ്കിൽ ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു മോളിക്യൂളിൻ്റെ സിന്തസിസ്, ഫോർമേഷൻ, ഒരു സബ്സ്റ്റൻസ് ഉണ്ടാവുകയാണെങ്കിൽ അത് ആനബോളിക് റിയാക്ഷൻ. ഇനി ഒരു സബ്സ്റ്റൻസിനെ ഡീഗ്രേഡ് ചെയ്യുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ മോളിക്യൂൾസ് ആക്കുക, അങ്ങനെയാണെങ്കിൽ അത് ഡിസ്ട്രക്റ്റീവ് പ്രോസസ്സാണ്, ഡീഗ്രഡേഷൻ. അത് കാറ്റബോളിക് റിയാക്ഷൻ. ഫോർമേഷൻ ആണെങ്കിൽ ആനബോളിക് റിയാക്ഷൻ, ഡീഗ്രഡേഷൻ ആണെങ്കിൽ കാറ്റബോളിക് റിയാക്ഷൻ. ഒരു സാധനം ഉണ്ടാക്കാൻ നമുക്കറിയാം ആനബോളിസം എന്ന് പറയുന്ന പ്രോസസ്സിന് അപ്പോൾ എനർജി ആവശ്യമായിട്ട് വരും. കണ്ടോ, ആനബോളിക് പാത്വേസ് എന്ന് പറഞ്ഞാൽ പാത്വേ ഇൻ വിച്ച് സിംപ്ലർ മോളിക്യൂൾസ് ഫോം ഫ്രം കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ്. അപ്പോൾ സിന്തസിസ് ആണ് ആനബോളിക് റിയാക്ഷൻ. കാറ്റബോളിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡീഗ്രഡേഷൻ, കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾസ് ആർ ബ്രോക്കൺ ഡൗൺ ഇൻ ടു സിംപ്ലർ യൂണിറ്റ്സ്. അപ്പോൾ ആനബോളിക് റിയാക്ഷൻ, അതായത് ഫോർമേഷനിൽ, സിമ്പിളിൽ നിന്ന് കോംപ്ലക്സ് ഉണ്ടാവുന്ന ആ ഫോർമേഷൻ എന്ന് പറയുന്ന റിയാക്ഷനിൽ എനർജി കൺസ്യൂം ചെയ്യും. അതിന് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു എക്സാമ്പിളാണ് അസറ്റിക് ആസിഡ് കൊളസ്ട്രോൾ ആവുന്ന ഒരു പ്രോസസ്സ്. കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂളാണ്. അത് സിംപ്ലർ ആയിട്ടുള്ള അസറ്റിക് ആസിഡിൽ നിന്ന് ഫോം ചെയ്യുക, അതാണ് ആനബോളിക് റിയാക്ഷൻ. അതൊരു എക്സാമ്പിൾ മാത്രമാണ്. കാറ്റബോളിക് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് അതിനെ ഡീഗ്രേഡ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്ത് സിംപ്ലർ ആയിട്ടുള്ള മോളിക്യൂൾസ് ആക്കുക. എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ അമിനോ ആസിഡ്സ് പോളിമറൈസ്ഡ് ഫ്രം പ്രോട്ടീൻ, അതായത് ഒരു വലിയ കോമ്പൗണ്ട് ഡിവൈഡ് ചെയ്ത് ചെറിയ സബ്സ്റ്റൻസ് ആയിട്ട് മാറുക, അതാണ് കാറ്റബോളിക് റിയാക്ഷൻസ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റബോളിക് റിയാക്ഷനിൽ എനർജി റിലീസ് ചെയ്യപ്പെടും. ഈ റിലീസ് ചെയ്യുന്ന എനർജി ബോഡി സൂക്ഷിച്ച് വയ്ക്കും. അപ്പോൾ സൂക്ഷിച്ച് വയ്ക്കുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് ATP എന്ന് പറയുന്നത്. കാറ്റബോളിസത്തിൽ കൂടെ റിലീസ് ചെയ്യുന്ന എനർജി ബോഡി സ്റ്റോർ ചെയ്യുന്നത് പല രീതിയിലാണ്. അതിൽ ഒരു ടൈപ്പാണ് ATP, അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ്. അതുകൊണ്ട് ATP നമ്മൾ എനർജി കറൻസി എന്നും പറയും. ലിവിങ് സിസ്റ്റത്തിലെ എനർജി കറൻസിയാണ് ATP. അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റിൽ 3 ഫോസ്ഫേറ്റ് മോളിക്യൂൾസ് ഉണ്ട്, ഫോസ്ഫേറ്റ് ഉണ്ട്. അപ്പോൾ ആ ഓരോ ഫോസ്ഫേറ്റ് ബോണ്ടിനെയും ബ്രേക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ എനർജി റിലീസ് ചെയ്യും. അപ്പോൾ എനർജി കറൻസി, നമ്മളിപ്പോൾ കാശുണ്ടെങ്കിൽ സൂക്ഷിച്ച് വയ്ക്കില്ലേ, ഇൻ ദ ഫോം ഓഫ് കറൻസി നോട്ട്സ്, അതുപോലെ എനർജി സൂക്ഷിച്ച് വയ്ക്കുന്ന ഒരു ലിവിങ് സിസ്റ്റത്തിലെ എനർജി കറൻസിയാണ് ATP. കാറ്റബോളിസത്തിന് ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ഒരു എക്സാമ്പിൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് ലാക്റ്റിക് ആസിഡായിട്ട് മാറും. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഗ്ലൈക്കോളിസിസ് എന്ന്. അതൊരു 10 സ്റ്റെപ്പോളം വരുന്ന ഒരു പ്രോസസ്സാണ്. ലാക്റ്റിക് ആസിഡായിട്ട് മാറും. അത് നടക്കുന്നത് സ്കെലിറ്റൽ മസിൽസിലാണ്. സ്കെലിറ്റൽ മസിൽസ് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ എനർജി ലിബറേറ്റ് ചെയ്യും. അത് ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ഒരു എക്സാമ്പിളാണ് കാറ്റബോളിസത്തിന്. ഡിഫറെൻറ്റ് കാറ്റബോളിക് റിയാക്ഷൻ ഒരുപാട് റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ ഗ്ലൂക്കോസ് എഥനോളായിട്ട് മാറും. അത് ഈസ്റ്റിലാണ്. ഫെർമെൻറ്റേഷൻ വഴി ഗ്ലൂക്കോസ് എഥനോളായിട്ട് മാറുക, അതൊക്കെ ഒരു കാറ്റബോളിക് റിയാക്ഷൻസാണ്. അത് എനർജിയെ റിലീസ് ചെയ്യും. ഓക്കെ, ഇനി എന്താണ് മെറ്റബോളിസം എന്ന് നോക്കേണ്ടതുണ്ട്. ഇനി എന്താണ് മെറ്റബോളിക് റിയാക്ഷൻ, ഏതൊക്കെയാണ് മെറ്റബോളിക് റിയാക്ഷൻ, അതിൻ്റെ പ്രത്യേകത എന്താണ്? ബോഡിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ കുറേ ഡിഫറെൻറ്റ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. ബോത്ത് സിന്തറ്റിക് ആൻഡ് ഡീഗ്രേഡിങ്. കുറേ സബ്സ്റ്റൻസ് ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ കുറേ സബ്സ്റ്റൻസുകൾ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു സ്റ്റോപ്പേജ് ഇല്ലാതെ. ഈ റിയാക്ഷൻസിനെ നമുക്കൊരു ട്രാഫിക് സിസ്റ്റവുമായിട്ട് വേണമെങ്കിൽ
നമുക്ക് കമ്പയർ ചെയ്യാം. അതായത് ഈ റിയാക്ഷൻസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. ഈ റിയാക്ഷൻ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൂടാണ്ട് കണക്റ്റഡുമാണ്. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ റൗണ്ട് ആലോചിക്കുക, അല്ലെങ്കിൽ തൃശ്ശൂർ റൗണ്ടിന് ചുറ്റുമുള്ള റോഡുകൾ ആലോചിക്കുക, അതെല്ലാം ഒന്നിനൊന്ന് കണക്റ്റഡ് ആണല്ലേ. എന്നാൽ ഈ ഇപ്പോൾ വാഹനങ്ങൾ ഒരു നിരനിരയായിട്ട് പോവുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു പ്രശ്നവുമില്ലാതെ അത് ആ ട്രാഫിക് സിസ്റ്റം നടക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് ഈ റിയാക്ഷൻസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണെങ്കിലും ഇതൊരു കൃത്യമായ ഡയറക്ഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ആ റിയാക്ഷൻസ് നമുക്ക് എണ്ണി നോക്കി നമുക്ക് തൗസൻഡ്സ് ഓഫ് റിയാക്ഷൻസ് കാണാൻ പറ്റും. പക്ഷേ ഈ റിയാക്ഷൻസ് കണക്റ്റഡ് ആണെങ്കിലും ഓരോ റിയാക്ഷൻ പാത്വേയും, ഓരോ റിയാക്ഷൻ, ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞ ഒരു റിയാക്ഷനാണ്, ആ റിയാക്ഷന് 10 സ്റ്റെപ്പ് ഉണ്ട്. അതുപോലെ വേറെ റിയാക്ഷൻസ് ഉണ്ട്. ചില കെമിക്കൽ റിയാക്ഷനിലെ പ്രോഡക്ട്സ് ആണ് അടുത്ത റിയാക്ഷൻസിൽ റിയാക്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുക. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. അതൊരു കണ്ടിന്യൂസ് മാനറിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും എല്ലാ മെറ്റബോളിക് റിയാക്ഷൻസും. അതുപോലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയിലെ, അതായത് ലിവിങ് സിസ്റ്റത്തിലെ എല്ലാ റിയാക്ഷൻസും എൻസൈം കാറ്റലൈസ്ഡ് ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻസൈംസ് അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയാക്ഷൻ്റെ, അതായത് ഒരു റിയാക്റ്റൻ്റെ പ്രോഡക്റ്റായി മാറുന്ന പ്രോസസ്സ്, അതാണ് റിയാക്ഷൻ. ആ റിയാക്ഷൻ്റെ റേറ്റ് അല്ലെങ്കിൽ സ്പീഡ് കൂട്ടുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ കെമിസ്ട്രിയിൽ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ഒരു റിയാക്ഷൻ റേറ്റ് കൂട്ടുക, അതായത് ഒരു റിയാക്ഷൻ A-B ആയിട്ട് മാറുന്ന ഒരു പ്രോസസ്സ്, ശ്രദ്ധിക്കുക, A-B ആയിട്ട് മാറുന്ന ഒരു പ്രോസസ്സ് ഒരു മിനിറ്റിൽ ആ റിയാക്ഷൻ ഒരു 10 പ്രാവശ്യം നടക്കുന്നു വിചാരിക്കുക. അതാണ് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. എന്തുമാത്രം പ്രോഡക്ട്സ് ഉണ്ടാവുന്നു, അതാണ് റേറ്റ്, അതാണ് സ്പീഡ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ്, ആ സബ്സ്റ്റൻസിൻ്റെ പേരാണ് കാറ്റലിസ്റ്റ്, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു മിനിറ്റിൽ അത് 20ഓ 25ഓ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നു. അതായത് 20ഓ 25ഓ ബികൾ ഡിഫറെൻ്റ് എകളിൽ നിന്ന് ഉണ്ടാവും. അപ്പോൾ ആ റിയാക്ഷൻ്റെ റേറ്റ് കൂടിയില്ലേ, ഉണ്ടാകുന്ന പ്രോഡക്ട്സിൻ്റെ എണ്ണം കൂടി. അതാണ് റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടുക എന്ന് പറയുന്നത്, സ്പീഡ് ഓഫ് റിയാക്ഷൻ. അതായത് പ്രോഡക്ട്സ് ഉണ്ടാകുന്ന ആ വേഗം കൂട്ടുക, അതിനെയാണ് നമ്മൾ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ആ കാറ്റലിസ്റ്റ്, ലിവിങ് സിസ്റ്റത്തിലെ കാറ്റലിസ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻസൈംസ്. ഇതൊക്കെ നിങ്ങൾ ടെക്സ്റ്റിലുണ്ട്. കാറ്റലിസ്റ്റ് ഇൻ ലിവിങ് സിസ്റ്റം ആർ കോൾഡ് എൻസൈംസ്. ആ എല്ലാ എൻസൈംസും പ്രോട്ടീൻസ് ആയിരിക്കും. നമ്മൾ പ്രോട്ടീൻ്റെ സ്ട്രക്ചർ പഠിച്ചതാണ്. അപ്പോൾ എല്ലാ എൻസൈംസും, ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻസ്, എല്ലാ എൻസൈംസും പ്രോട്ടീൻസ് ആയിരിക്കും. അപ്പോൾ ഇതാണ് മെറ്റബോളിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഈ റിയാക്ഷൻസ് ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ സയൻസിലെ ഏറ്റവും വലിയൊരു ഗ്രേറ്റസ്റ്റ് ഡിസ്കവറി അല്ല ഒരു അച്ചീവ്മെൻ്റാണ് ഈ ബയോമോളിക്യൂൾസിന് ഒരു ടേൺ ഓവർ ഉണ്ട് എന്ന കണ്ടുപിടുത്തം. ടേൺ ഓവർ, അതായത് ഇത് കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്യണം, വേറെ ബയോമോളിക്യൂൾസ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഈ മേക്കിംഗ് ആൻഡ് ഡിസ്ട്രക്ഷൻ, ബ്രേക്കിംഗ് ആൻഡ് മേക്കിംഗ്, അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സബ്സ്റ്റൻസ് വേറൊരു സബ്സ്റ്റൻ്റായിട്ട് മാറുന്നു, എത്രമാത്രം ഉണ്ടാവുന്നു, അതിനെയാണ് നമ്മൾ ടേൺ ഓവർ എന്ന് പറയുന്നത്. ആ ടേൺ ഓവർ എന്ന് പറയും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സബ്സ്റ്റൻസിനും ഒരു ടേൺ ഓവർ ഉണ്ട്. അത് വലിയ ഒരു ഇമ്പോർട്ടൻ്റ് അച്ചീവ്മെൻ്റ് ആണ് ബയോളജിയിൽ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന മെറ്റബോളിസമാണ്. മെറ്റബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ടോട്ടൽ ഓഫ് ഓൾ റിയാക്ഷൻസ്, ഓൾ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കറിങ് ഇൻ ദ ബോഡി. ആ മെറ്റബോളിക് റിയാക്ഷൻസിൽ പങ്കെടുക്കുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ മെറ്റബോളൈറ്റ്സ് എന്ന് പറയുക. ഓർഗാനിക് കോമ്പൗണ്ട്സ് ടേക്കിംഗ് പാർട്ട് ഇൻ മെറ്റബോളിസം ആർ കോൾഡ് മെറ്റബോളൈറ്റ്സ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റബോളൈറ്റ്സ് ഉണ്ട്. ഈ മെറ്റബോളൈറ്റ്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക്ഡ് ആണ്. ഓരോ മെറ്റബോളിക് റിയാക്ഷൻസും അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക്ഡ് ആണ്. അതായത് ഒരു റിയാക്ഷൻ ഉണ്ട്, അത് കഴിഞ്ഞ് ഒരു മെറ്റബോളിക് പാത്വേ എന്ന് പറയും. ഒരു സീരീസ് ഓഫ് മെറ്റബോളിക് റിയാക്ഷൻസ് ഉണ്ട്. ഓരോ റിയാക്ഷൻസും ഒരു ഇപ്പോൾ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന ഒരു മെറ്റബോളിക് റിയാക്ഷനാണ്. അതിൽ പക്ഷേ ഒരു 10 സ്റ്റെപ്സ് ഉണ്ട്. അതുകൊണ്ട് അതിനെ മെറ്റബോളിക് പാത്വേസ് എന്ന് പറയും. ഈ മെറ്റബോളിക് പാത്വേസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക്ഡ് ആണ്. അതൊക്കെയാണ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. മെറ്റബോളൈറ്റ്സ് ഫ്ലോ ഇസ് കോൾഡ് ഡൈനാമിക് സ്റ്റേറ്റ് ഓഫ് ബോഡി കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറയും.
അതായത് ഈ മെറ്റബോളിക് റിയാക്ഷൻസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡൈനാമിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റിലെത്തുമ്പോൾ നമുക്കിപ്പോൾ ഒരു റിയാക്ഷൻ നടക്കുകയാണ്. ആ റിയാക്ഷൻ നടക്കുമ്പോൾ എ ബി ആവുന്നു, ബി എ ആവുന്നു എന്ന് പറയുന്ന ഒരു റിയാക്ഷനാണ് നടക്കുന്നത്. അപ്പോൾ ആ റിയാക്ഷൻ നടന്ന് അതിൻ്റെ സ്പീഡ് ഒരു പെർട്ടിക്കുലർ ലെവലിലെത്തുമ്പോൾ ഈ എ ബി ആവുന്നതും ബി എ ആവുന്നതും ഒരു ഈക്വലൈസ് സ്റ്റേറ്റിലെത്തും. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു ചേഞ്ചും നടക്കുന്നില്ല എന്ന് തോന്നും. അതാണ് ഡൈനാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതുപോലെയാണ് മെറ്റബോളിക് റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. ഈ റിയാക്ഷൻസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമാതിരി പുറമേ നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചേഞ്ച് ഇല്ല എന്ന് തോന്നുന്ന രീതിയിൽ ആണ് ആ റിയാക്ഷൻ നടക്കുന്നത്. എന്നാൽ ഒരു മെറ്റബോളിക് ഇൻഫ്ലക്സ് എപ്പോഴും ബോഡിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് സിന്തസിസും ഡീഗ്രഡേഷനും ഫോർമേഷനും ബ്രേക്കിങ്ങും. സിന്തസിസ് എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസ് ഉണ്ടാവുക, ഡീഗ്രഡേഷൻ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ചെയ്യുക. അത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റിയാക്ഷൻസ് എല്ലാം കാറ്റലൈസ്ഡ് ആണ്. ലിവിങ് സിസ്റ്റത്തിൽ കാറ്റലിസ്റ്റിന് പറയുന്ന പേരാണ്. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോ റിയാക്ഷൻ്റെയും സ്പീഡ് കൂട്ടുന്ന സബ്സ്റ്റൻസസ്, അതാണ് കാറ്റലിസ്റ്റ്. ആ കാറ്റലിസ്റ്റ് ലിവിങ് സിസ്റ്റത്തിൽ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് എൻസൈംസ്. അത് പ്രോട്ടീനേഷ്യസ് ആണ്. അതായത് ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻസ്. പിന്നെ നമ്മൾ പറഞ്ഞത് ടേൺ ഓവറാണ്. ഇപ്പോൾ അതായത് എല്ലാ സബ്സ്റ്റൻസിനും ഒരു ടേൺ ഓവർ ഉണ്ട്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഈ സിന്തസിസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് മെറ്റബോളിക് ഡൈനാമിക് സ്റ്റേറ്റ് ഓഫ് ബോഡി കോൺസ്റ്റിറ്റ്യൂവൻസ് കൺസെപ്റ്റ് ഓഫ് മെറ്റബോളിസം എന്ന് പറയുന്ന പോർഷനിൽ പറയുന്നത്. ഇനി പറയുന്നത് മെറ്റബോളിക് ബേസിസ് ഫോർ ലിവിങ് ആണ്. അതായത് മെറ്റബോളിക് പാത്വേസ് രണ്ടായിട്ട് തിരിക്കാം. നമുക്ക് അനബോളിക് റിയാക്ഷൻസും കാറ്റബോളിക് റിയാക്ഷൻസും. അനബോളിക് റിയാക്ഷൻസ് മീൻസ് സിന്തസിസ് ആണ് അനബോളിക് റിയാക്ഷൻസ്. കാറ്റബോളിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡീഗ്രഡേഷൻ. ഇപ്പോൾ ഈ മൊത്തം മെറ്റബോളിക് റിയാക്ഷൻസിൽ നിങ്ങൾ ടെക്സ്റ്റിൽ കുറേ എക്സാമ്പിൾസ് പറയുന്നുണ്ട്. അതായത് അമിനോ ആസിഡ്സിൽ നിന്ന് അമിനോ ഗ്രൂപ്പ് മാറ്റുക, അതുപോലെ തന്നെ ന്യൂക്ലിയോടൈഡിൽ നിന്ന് അമിനോ ഗ്രൂപ്പ് മാറ്റുക, അങ്ങനെ കുറേ റിയാക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ മെറ്റബോളിക് റിയാക്ഷൻസാണ്. അപ്പോൾ എല്ലാ മെറ്റബോളിക് റിയാക്ഷൻസും കാറ്റലിസ്റ്റാണ്. സാധാരണഗതിയിൽ ഒരു ഫിസിക്കൽ എൻവയോൺമെൻറ്റിൽ, അതായത് നമ്മുടെ പുറത്ത് കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറിൽ മിക്സ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു നോർമലായിട്ട് നടക്കുന്ന റിയാക്ഷനാണ്. പക്ഷേ അതിനൊരു കാറ്റലിസ്റ്റിൻ്റെ ആവശ്യം ഇല്ല. പക്ഷേ ബോഡിയിൽ ഒരു ലിവിങ് സിസ്റ്റത്തിൽ അതുപോലും കാറ്റലൈസ്ഡ് റിയാക്ഷനാണ്. അതായത് കാർബോണിക് അൺഹൈഡ്രേസ് എന്ന് പറയുന്ന എൻസൈം ഉപയോഗിച്ചിട്ടാണ് വാട്ടറിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ചെയ്യും. അപ്പോൾ ലിവിങ് സിസ്റ്റത്തിലെ റിയാക്ഷൻസ് കാറ്റലൈസ്ഡ്, എൻസൈം കാറ്റലിസ്റ്റാണ്. എൻസൈം കാറ്റലൈസ് ചെയ്യുന്ന റിയാക്ഷൻസാണ് ലിവിങ് സിസ്റ്റത്തിൽ കാണാൻ പറ്റുക. ഇനി അനബോളിക് റിയാക്ഷൻസും കാറ്റബോളിക് റിയാക്ഷൻ. അനബോളിക് എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ, കാറ്റബോളിക് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീഗ്രഡേഷൻ. അതായത് ഫോർമേഷൻ ഇപ്പോൾ അസിറ്റിക് ആസിഡ് കൊളസ്ട്രോൾ ആയിട്ട് മാറുന്നു. ഒരു സിംപ്ലർ സബ്സ്റ്റൻസ് കോംപ്ലക്സ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആയിട്ട് മാറുന്നതാണ് അനബോളിക് റിയാക്ഷൻ. കാറ്റബോളിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച്, ഒരു കോംപ്ലക്സ് സബ്സ്റ്റൻസ് സിമ്പിളായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. അപ്പോൾ അനബോളിക് റിയാക്ഷൻ്റെ സമയത്ത് എനർജി കൺസ്യൂം ചെയ്യും, അതേസമയം കാറ്റബോളിസത്തിൻ്റെ സമയത്ത് എനർജി റിലീസ് ചെയ്യും. ഈ കാറ്റബോളിസത്തിൻ്റെ സമയത്ത് റിലീസ് ചെയ്യുന്ന എനർജി കാണുന്നുണ്ടല്ലോ, ഈ കാറ്റബോളിസത്തിൻ്റെ സമയത്ത് റിലീസ് ചെയ്യുന്ന എനർജി എന്ത് സംഭവിക്കും? ആ എനർജി നമുക്ക് എനർജി കറൻസി ആയിട്ട് പിന്നീട് ഉപയോഗിക്കാൻ പറ്റും. ATP പോലെയുള്ള ഇതൊക്കെയാണ് ഈ പ്രോസസ്സിൽ നടക്കുന്നത്. കാറ്റബോളിക് പാത്വേയിൽ കണ്ടോ, ഒരു വലിയ കോമ്പൗണ്ട് അത് ഡീഗ്രേഡ് ചെയ്ത് ചെറിയ ചെറിയ സിംപ്ലർ യൂണിറ്റ്സ് ആയിട്ട് മാറുന്നു. അനബോളിസിലോ അത് കുറേ എണ്ണം ജോയിൻ ചെയ്ത് വലിയൊരു മോളിക്യൂൾ ഉണ്ടാകുന്നു. അതാണ് അതിൻ്റെ വ്യത്യാസം. ഇനി ലിവിങ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ലിവിങ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു തൗസൻഡ്സ് ഓഫ് റിയാക്ഷൻസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. മെറ്റബോളൈറ്റ്സ് ഇങ്ങനെ റിയാക്ഷൻസ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്, അല്ലെങ്കിൽ ബയോമോളിക്യൂൾസ്. അപ്പോൾ എല്ലാ സബ്സ്റ്റൻസസിനും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നാലും എല്ലാ സബ്സ്റ്റൻസിനും നമ്മുടെ ബോഡിയിലൊരു കോൺസ്റ്റൻറ്റ് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ടെക്സ്റ്റിൽ പറഞ്ഞ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ ഒരു നോർമൽ ഹെൽത്തി ഇൻഡിവിജ്വലിൽ അത് 4.2 മില്ലിമോൾ പെർ ലിറ്റർ, ഒരു ലിറ്ററിൽ 4.2 to 6.1 മില്ലിമോളാണ്. അതേസമയം ചില ഹോർമോണിൻ്റെയൊക്കെ പ്രസൻസ് നോക്കുമ്പോൾ നമ്മൾ നാനോഗ്രാം പെർ ml ആണ്.
അതായത് മില്ലി ലിറ്ററിൽ നാനോഗ്രാം എന്ന് പറഞ്ഞാൽ അത്രയും കുറവാണ്, അത്രയും 10⁻⁹ ആണ്, അത്രയും മതി. അപ്പോൾ ഈ റിയാക്ഷൻസ് എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടക്കുന്നതുകൊണ്ടാണ് ഈ പറയുന്ന സബ്സ്റ്റൻസസിൻ്റെ എമൗണ്ട് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ, ചിലപ്പോൾ ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ സോഡിയം കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെയാണ്. അപ്പോൾ എല്ലാ സബ്സ്റ്റൻസിനും ഒരു നോർമലൈസ്ഡ് വാല്യൂ ഉണ്ട്. കൊളസ്ട്രോൾ ലെവൽ കൂടുതലാണ് അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ, അല്ലെങ്കിൽ തൈറോയിഡ് ഹോർമോൺ വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ സബ്സ്റ്റൻസസിനും ബോഡിയിലൊരു നോർമൽ സ്റ്റേറ്റ് ഉണ്ട്. ആ നോർമൽ സ്റ്റേറ്റ് അത് ഉണ്ടാക്കുന്നത് ഈ പറയുന്ന മെറ്റബോളിക് റിയാക്ഷൻസാണ്. കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന മെറ്റബോളിക് റിയാക്ഷൻസാണ് ഒരു സ്റ്റഡി സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ കെമിക്കൽ റിയാക്ഷൻസ് എല്ലാം ഒരു ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുന്നവരാണ്. പക്ഷേ ഈ നമ്മുടെ ബോഡിയിലെ ലിവിങ് സിസ്റ്റത്തിൽ ഈ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അത് നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റാണ്. അതായത് ഒരു നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്, ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ പിന്നീട് വർക്കൊന്നും നടക്കുന്നില്ല, അതായത് പിന്നീട് റിയാക്ഷൻസ് ഒന്നും നടക്കുന്നില്ല. നമ്മുടെ ബോഡിയിൽ ഒരിക്കലും അത് പറ്റില്ല. നമ്മുടെ ബോഡിയിൽ ഇപ്പോൾ നമ്മൾ ഉറങ്ങുന്ന സമയം പോലും ബോഡിയിലെ മെറ്റബോളിക് റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറച്ച് ഡള്ളാണെന്നേ ഉള്ളൂ, പക്ഷേ മെറ്റബോളിക് റിയാക്ഷൻസൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് അവിടെ റിയാക്ഷൻസ് ഒന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ അവിടെ വർക്കൊന്നും നടക്കുന്നില്ല. അതാണ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. പക്ഷേ ബോഡിയിൽ ഒരിക്കലും ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഒരു നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റാണ് നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബോഡിക്ക് ഒരു സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയുന്നത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ പറയുന്ന മോളിക്യൂൾസിൻ്റെ എല്ലാം അല്ലെങ്കിൽ കോമ്പൗണ്ട്സിൻ്റെ സബ്സ്റ്റൻസിൻ്റെ എല്ലാം ഒരു നോർമലൈസ്ഡ് വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആ സ്റ്റഡി സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ബോഡി തീർച്ചയായും എന്ത് സംഭവിക്കണം, ഒരു നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലായിരിക്കണം. നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലായിരിക്കണം. ആ നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ എനർജി ആവശ്യമാണ്. ഈ എനർജി കിട്ടുന്നതും മെറ്റബോളിക് റിയാക്ഷനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കാറ്റബോളിക് റിയാക്ഷൻ നടക്കുമ്പോൾ എനർജി റിലീസ് ചെയ്യും. ആ എനർജി ഉപയോഗിച്ചിട്ടാണ് വേറെ അനബോളിക് റിയാക്ഷൻസ് നടക്കുന്നത്. അപ്പോൾ ഈ റിയാക്ഷൻസൊക്കെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് പോകുന്നത്. അപ്പം മെറ്റബോളിക് റിയാക്ഷൻസ് നടക്കാതെ ഒരിക്കലും ലിവിങ് സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. നമ്മളിതിനു മുമ്പ് പഠിച്ചതാണ്, മെറ്റബോളിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത് ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഡിഫൈനിങ് ക്യാരക്ടറാണ് എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ലിവിങ് വേൾഡിൽ നമ്മൾ പഠിച്ചതാണ്, മെറ്റബോളിക് റിയാക്ഷൻ നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഡിഫൈനിങ് ക്യാരക്ടറാണ്. അതെന്തുകൊണ്ടാണെന്നാണ് നമ്മളിപ്പോൾ പറയുന്നത്. ആ മെറ്റബോളിക് റിയാക്ഷനാണ് ഈ ലിവിങ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ ജീവനുള്ള അവസ്ഥ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത് ഈ മെറ്റബോളിക് റിയാക്ഷൻസാണ്, ഉപാപചയ പ്രവർത്തനങ്ങളാണ്. അതിൻ്റെ കൺസ്ട്രക്ഷൻ ഡിസ്ട്രക്ഷൻ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബ്രേക്കിംഗ് ഇല്ലാതെ നടക്കുമ്പോഴാണ് ബോഡി ഒരു സ്റ്റഡി സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിൽ വേരിയേഷൻ വരുമ്പോഴാണ് നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളും നേരിടേണ്ടി വരുന്നത്, ഫിസിക്കൽ പ്രോബ്ലംസൊക്കെ വരും. ഇതാണ് മെറ്റബോളിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി പറയാനുള്ളത് ഈ മെറ്റബോളൈറ്റ്സ് എന്ന് പറഞ്ഞില്ലേ, മെറ്റബോളൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോകെമിക്കൽ സബ്സ്റ്റൻസസ്, ഓർഗാനിക് സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ ബയോമോളിക്യൂൾസ് വിച്ച് ആർ ടേക്കിംഗ് പാർട്ട് ഇൻ മെറ്റബോളിസം, അതിനെയാണ് മെറ്റബോളൈറ്റ്സ് എന്ന് പറയുന്നത്. സബ്സ്റ്റൻസസ് ടേക്കിംഗ് പാർട്ട് ഇൻ മെറ്റബോളിസം, മെറ്റബോളിക് റിയാക്ഷൻസിൽ പങ്കെടുക്കുന്ന സബ്സ്റ്റൻസസ്. അതിനെ നമുക്ക് രണ്ടായി തിരിക്കാം. അതാണ് പ്രൈമറി മെറ്റബോളൈറ്റ്സും സെക്കൻഡറി മെറ്റബോളൈറ്റ്സും. പ്രൈമറിയും സെക്കൻഡറി. പ്രൈമറി മെറ്റബോളൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കോമ്പൗണ്ട്സ് വിച്ച് ഇൻവോൾവ് ഡയറക്ട്ലി ഇൻ ദ നോർമൽ ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ് ആൻഡ് റീപ്രൊഡക്ഷൻ ഓഫ് എൻ ഓർഗാനിസം. അതായത് ഒരു ഓർഗാനിസത്തിൻ്റെ ഡെവലപ്മെൻറ്റിലും ഗ്രോത്തിലും റീപ്രൊഡക്ഷനിലൊക്കെ നേരിട്ട് ഇൻവോൾവ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ പ്രൈമറി മെറ്റബോളൈറ്റ്സ് എന്ന് പറയുന്നത്. വളരെ അത്യാവശ്യമാണ്. ആ ലിവിങ് സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ അത്യാവശ്യമായിട്ടുള്ള സബ്സ്റ്റൻസിനെയാണ് പ്രൈമറി മെറ്റബോളൈറ്റ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഈ പറയുന്ന അമിനോ ആസിഡ്സ്, ന്യൂക്ലിക് ആസിഡ്സ്, ഷുഗേഴ്സ്, ലിപ്പിഡ്സ് എന്നൊക്കെ പറയുന്നത് പ്രൈമറി മെറ്റബോളൈറ്റ്സ് ആണ്. ഇനി ഇതല്ലാതെയും നമ്മുടെ ശരീരത്തിൽ സബ്സ്റ്റൻസസ് ഉണ്ടല്ലോ, അതിനെയാണ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്ന് പറയുന്നത്.
ദേ ആർ നോട്ട് ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ ബേസിക് മെറ്റബോളിക് റിയാക്ഷൻ. അതായത് ഏറ്റവും ബേസിക് മെറ്റബോളിക് റിയാക്ഷൻസിൽ അവർ പങ്കെടുക്കുന്നില്ല. എന്നാൽ ദേ ആർ എസെൻഷ്യൽ. അത് ഇപ്പോൾ വേറെ ഓർഗാനിസത്തിൻ്റെ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ചിലപ്പോൾ ഹ്യൂമൻ വെൽഫെയറിന് ആവശ്യമായിട്ട് വരും. വേറെ ഓർഗാനിസത്തിൻ്റെ, പ്ലാന്റ്സിൻ്റെ ആണെങ്കിലും ആനിമൽസിൻ്റെ ആണെങ്കിലും. അതാണ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്ന് പറയുന്നത്. അതായത് നേരിട്ട് ഒരു മേജർ മെറ്റബോളിക് പാത്വേസിലൊന്നും പങ്കെടുക്കുന്നില്ല, യെറ്റ് ദേ ആർ നീഡഡ്. അതാണ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. സെക്കൻഡറി മെറ്റബോളൈറ്റ്സിന് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പിഗ്മെൻറ്റ്സ്, ഇപ്പോൾ പിഗ്മെൻറ്റ്സിന് എക്സാമ്പിൾ കെറോട്ടിനോയിഡ്സ്, ആന്തോസയാനിൻ, അതൊക്കെ മിക്കവാറും പ്ലാന്റ്സിലുള്ള പിഗ്മെൻറ്റ്സ് ആണ്, കളറിങ് പിഗ്മെൻറ്റ്സ്. അതുപോലെ ആൽക്കലോയിഡ്സ്, മോർഫിൻ എന്നൊക്കെ കേട്ടില്ലേ, മോർഫിൻ പെയിൻ കില്ലറാണ്. കൊഡീൻ, അതൊക്കെ ആൽക്കലോയിഡ്സ് ആണ്. അതുപോലെ ടെർപ്പിനോയിഡ്സ്, മോണോടെർപ്പീൻസ്, ഡൈടെർപ്പീൻസ്, എസെൻഷ്യൽ ഓയിൽസ്, ലെമൺ ഗ്രാസ് ഓയിൽ, അതുപോലത്തെ എസെൻഷ്യൽ ഓയിൽ. നമുക്ക് ഓയിലൊക്കെ കിട്ടില്ലേ, ഓയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണ, മറ്റേ വെളിച്ചെണ്ണ അങ്ങനത്തെ അല്ല ഉദ്ദേശിക്കുന്നത്, ലെമൺ ഗ്രാസ് ഓയിൽ പോലെ അങ്ങനത്തെ ഓയിൽസ്, അതായത് ഫ്ലേവറുള്ള ഓയിൽസില്ലേ. പിന്നെ ടോക്സിൻസ്, എബ്രിൻ, റിസിൻ, അങ്ങനത്തെയൊക്കെ ടോക്സിൻസ്. ലെക്റ്റിൻസ്, കോൺകാനാവലിൻ, അതുപോലെ ഡ്രഗ്സ്, വിൻബ്ലാസ്റ്റിൻ, കുർക്യുമിൻ, വിൻബ്ലാസ്റ്റിൻ, വിൻക്രിസ്റ്റിൻ എന്നൊക്കെ പറഞ്ഞിട്ട് സബ്സ്റ്റൻസ് ഉണ്ട്. അതൊക്കെ മെഡിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന. കർക്യുമിൻ കേട്ടിട്ടില്ലേ നിങ്ങൾ? മഞ്ഞളിൽ ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് വളരെ കേമായിട്ട് കേൾക്കുന്ന ഒരു സാധനമാണ് കർക്യുമിൻ. മഞ്ഞളിലുള്ളതാണ്. അത് നമ്മുടെ പ്രതിരോധ ശക്തിയൊക്കെ കൂട്ടുമെന്ന് പറഞ്ഞിട്ട്. അതുപോലെ ഡിഫറെൻറ്റ് പോളിമറിക് സബ്സ്റ്റൻസസ്, റബ്ബർ, ഗം, സെല്ലുലോസ്. റബ്ബറും ഗമ്മും ഒക്കെ നമ്മൾ കൊമേഴ്ഷ്യലി ഉപയോഗിക്കുന്നതാണ്. ഇങ്ങനെയുള്ള സബ്സ്റ്റൻസസ് അത് ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവും, എന്നാൽ ഒരു പ്രൈമറി മെറ്റബോളിക് റിയാക്ഷൻസിൽ പങ്കെടുക്കുന്നുണ്ടാവില്ല. ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവും. ഇപ്പോൾ പിഗ്മെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ് പിഗ്മെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ കളേർഡ് ആയിട്ടിരിക്കുന്നു, അവർക്ക് അതിന് കാരണങ്ങളുണ്ട്. കളർഫുൾ ഫ്ലവേഴ്സിനെ ഉണ്ടാക്കുന്നു, അത് ഇൻസെക്ട്സിനെ അട്രാക്റ്റ് ചെയ്യും പോളിനേഷന് വേണ്ടിയിട്ട്. അതുപോലെ ഡ്രഗ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ആ പ്ലാന്റിന് അത് ഒരു ഇൻഡയറക്റ്റ് വേയിൽ ആവശ്യമായിട്ട് വരും, എന്നാൽ പ്രൈമറി ആയിട്ട് ആവശ്യമില്ല. അതൊക്കെയാണ് ഈ പറയുന്ന ടെർപ്പിനോയിഡ്സ്, ആൽക്കലോയിഡ്സ്, പിഗ്മെൻറ്റ്സ് എന്നൊക്കെ പറയുന്നത്. ദേ ആർ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. അപ്പോൾ ഇത്രയുമാണ് മെറ്റബോളിക് റിയാക്ഷൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ പഠിക്കേണ്ട കാര്യങ്ങൾ. മെറ്റബോളിസം എന്നുള്ള ഹെഡിങ്ങിന് വാട്ട് ഈസ് മെറ്റബോളിക് റിയാക്ഷൻ, മെറ്റബോളിക് റിയാക്ഷൻ നമ്മൾ എങ്ങനെ തിരിക്കാം, കാറ്റബോളിസം, ആനബോളിസം. കാറ്റബോളിസം പ്ലസ് ആനബോളിസം ആണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. ഡിസ്ട്രക്റ്റീവ് ആൻഡ് കൺസ്ട്രക്റ്റീവ് പർപ്പസ് ടുഗെദർ ഫോം മെറ്റബോളിസം. പിന്നെ കാറ്റബോളിസം എന്താണ്, ആനബോളിസം എന്താണ്, റിലീസ് ചെയ്യുന്ന എനർജി നമ്മൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, എന്താണ് ടേൺ ഓവർ. പിന്നെ നമ്മുടെ ലിവിങ് സിസ്റ്റം എപ്പോഴും ഒരു നോൺ ഇക്വിലിബ്രിയം സ്റ്റഡി സ്റ്റേറ്റിലാണ്. എന്തിനു വേണ്ടിയിട്ട് നോൺ ഇക്വിലിബ്രിയം സ്റ്റഡി സ്റ്റേറ്റിൽ ഇരിക്കുന്നത്? ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ വർക്ക് എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ മാത്രമേ ആ വർക്ക് എന്നുള്ള പ്രോസസ്സ് നടക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഒരു നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ബോഡിയിൽ കണ്ടിന്യൂസ് ആയിട്ട് മെറ്റബോളിക് റിയാക്ഷൻസ് അല്ലെങ്കിൽ വർക്ക് നടന്നാൽ മാത്രമേ ഒരു സ്റ്റഡി സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ മെറ്റബോളിക് റിയാക്ഷൻസും ഇൻ്റർ കണക്റ്റഡ്, ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ കണക്റ്റഡ് ആണ്. അപ്പോൾ ആ റിയാക്ഷൻസൊക്കെ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ അങ്ങ് നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ ശരീരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. ഒരു കോൺസ്റ്റൻറ്റ് ലെവലിൽ എല്ലാ സബ്സ്റ്റൻസസും മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ മെറ്റബോളിക് റിയാക്ഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കണം. അപ്പോൾ ഇക്വിലിബ്രിയത്തിലെത്തിയാൽ അത് നടക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനർജിയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഈ മെറ്റബോളിക് റിയാക്ഷൻസ് തന്നെയാണ്. അതാണ് ലിവിങ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മെറ്റബോളിസം ഇസ് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിങ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസം. പിന്നെ പ്രൈമറി മെറ്റബോളൈറ്റ്സ്, സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. സെക്കൻഡറി മെറ്റബോളൈറ്റ്സിന് എക്സാമ്പിൾ. ഇത്രയും കാര്യങ്ങളാണ് മെറ്റബോളിക് റിയാക്ഷൻ എന്നുള്ള ഭാഗത്ത് പഠിക്കാനുള്ളത് നമുക്ക്. ഓക്കെ.